നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ അവനെ കൊണ്ട് ഇത്രയും ദൂരം വരിക, പഴയ ആക്ടിവിറ്റിയിലേക്ക് സിറ്റുവേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക, ഇതൊക്കെ കാണുമ്പോ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? ഇല്ല സ്വാമിയച്ച, ഞങ്ങൾ അവന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറണമെന്ന് എന്നെ ആഗ്രഹിക്കുന്നേ. പെട്ടെന്ന് കമ്പനി പോണെന്ന് പറഞ്ഞപ്പോ അവന്റെ എല്ലാ അസുഖവും മാറി നോർമലായെന്നാ വിചാരിച്ചത്. സത്യത്തിൽ അവൻ തികച്ചും നോർമൽ തന്നെ ആയിരുന്നു. എല്ലാരോടും പഴയ പോലെ ഫ്രീ ആയി സംസാരിക്കുകയൊക്കെ ചെയ്തതാ. പെട്ടെന്നാണ് അവനിങ്ങനെ. ഇതിപ്പോ സാമ്യച്ച് 3-4 പ്രാവശ്യം സൂചിപ്പിക്കുന്നു. ഇവിടെ ആരോ മരുന്ന് മാറിക്കൊടുത്തെന്ന്. ഇവിടെ ആരാ അങ്ങനെ ചെയ്യുന്നത്? അവന്റെ പറ്റമ തന്നെ അവന്റെ മരുന്ന് കൊടുക്കുന്നത്. കേട്ടത് നീ അങ്ങനെയൊക്കെ ചെയ്യൂ? എല്ലാവരുടെയും കൂട്ട പ്രാർത്ഥന കൊണ്ടായി ഇവൻ തിരിച്ചു വന്നത്. ഞങ്ങൾ അവനെ ഇന്ന് തന്നെ വൈദ്യമഠത്തിലെത്തിക്കാം. വേണ്ട, ഇനി അവനെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. അയ്യോ, വർഷത്തിൽ ഒരിക്കൽ മാത്രം റേറായി കിട്ടുന്ന അപൂർവമായ ഔഷധം കൊടുത്ത അവനെ പൂർവ്വസ്ഥിതിയിലാക്കിയത്. ഇനി അവനെ രക്ഷിക്കാൻ മഹാവൈദ്യനായ മഹാദേവന് പോലും കഴിയില്ല. സ്വാമിയച്ഛൻ ഞങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കരുത്. ഈ പൊന്നാരൻ തോട്ടത്തെ എല്ലാമായി കിടക്കുന്നത്. വൈദ്യർക്കല്ലാതെ മറ്റാർക്കും ഇവനെ പഴയ സ്ഥിതിയിലാക്കാൻ പറ്റില്ല. ഇവന് വേണ്ടി സകല സ്വത്തുക്കളും ത്യജിക്കാൻ ഈ കുടുംബം തയ്യാറാ. സ്വാമിയച്ഛൻ ഞങ്ങളെ കൈവിടരുത്. ഇനി അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെങ്കിൽ പോലും ജാനകി അല്ലാതെ വേറെ ആരെ കൊണ്ടും കൊടുപ്പിക്കില്ല. പഴയ ഒരു ഓർമ്മ ഉണർത്താതിരിക്കാൻ ഞങ്ങളെല്ലാം ശ്രമിച്ചോളാം. അങ്ങേക്ക് മാത്രമേ എന്റെ മോനെ പഴയ സ്ഥിതിയിൽ എത്തിക്കാൻ പറ്റൂ. പ്ലീസ്, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. വേണ്ട, 1-2 തവണ മുന്നറിയിപ്പ് തന്നതാ. നിങ്ങൾ ആരും അനുസരിച്ചില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, രോഗിക്ക് വിശ്വാസം വേണം, ഒപ്പമുള്ളവർക്കും. മനോരഞ്ജന പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗിക്ക് ഇത് കഴിക്കാനും രോഗം ഭേദമാവാനുള്ള യോഗം വേണം, എങ്കിലേ അത് ലഭിക്കൂ. അതുപോലെ ഇതും. നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ രോഗിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന മനസ്സോടെ നിൽക്കണം. അതിവിടെ ഇല്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്, ഞാൻ പോകുന്നു. അയ്യോ സ്വാമിച്ച, തിരികെ കൊണ്ടുവിടാൻ ഞാൻ വരാം. വേണ്ട, തിരിച്ച് മഠത്തിലെത്താൻ നിയോഗം ഉണ്ടെങ്കിൽ അവിടെ എത്തും. സ്വാമിച്ച, ഇയാളാരാന്ന് ഇയാളുടെ വിചാരം? ഒരു ചാമ്യാച്ചൻ വന്നിരിക്കുന്നു. എടാ അബി, ഞാൻ കാറെടുക്കാം. നീ മായം കൂടിയേ സിദ്ധുവിന്റെ എടുത്തുണ്ടോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേണ്ട, അവനൊന്ന് ഉറങ്ങട്ടെ. സ്വാമിയച്ഛന്റെ മനസ്സ് ശാന്തവും. സ്വാമിയച്ഛൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. അല്ല ഏട്ടാ, അത് മതി. അതുവരെ നിങ്ങൾ ക്ഷമിക്ക്. അവനെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേരെ. നീ ഓടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.